ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിപ്പം മുത്തൂൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ചോറ് കറിയും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇന്നത്തെ പരിപാടി, ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ എന്നാ അപ്പോൾ നമ്മളിന്ന് ലോങ് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട്, പിന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ വീഡിയോ കണ്ടിട്ട് ആരും ലൈക്കൊന്നും ചെയ്തില്ല. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്കിതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അതിനെ കൊണ്ട് ഒന്നും തരാനൊന്നും പോകുന്നില്ലല്ലോ. ഒന്നും വരാൻ പോകുന്നില്ലല്ലോ, അതിനെ കൊണ്ടൊന്നും വരാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതാണ് ഇന്ന് കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ ചോറും കറിയും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിതാ ചോറും കറിയും ഒക്കെ കാണാം കേട്ടോ. ഞാൻ ബാക്ക് ക്യാമറ ആക്കട്ടെ. പയറ് തോരൻ, തൈര് കൊണ്ടാട്ടം, തൈര്, പിന്നെ അതിൻ്റെ പേര് ചമ്മന്തി, ചെമ്മീൻ മുളകിട്ട് വെച്ചത്, ഉണക്ക ചെമ്മീനാട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് എന്താ അതിന് പറയാ എല്ലണേ, മോര് കറി, പിന്നെ ചോറ്, കുടുക്കയിൽ വെച്ച ചോറ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. അപ്പോൾ ഇനി എന്താ പരിപാടി? എനിക്ക് ചോറ് കഴിക്കണം. സമയം ഇവിടെ 12 മണിയേ ആയിട്ടുള്ളൂ. ചോറ് കഴിക്കണം. പിന്നെ കുറച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, സൈഡിൽ നിന്ന് കാര്യമായിട്ട് എൻ്റെ എക്സ്പ്രഷനും ഒക്കെ ശ്രദ്ധിച്ചിട്ട് ഒരാളിങ്ങനെ കളിയാക്കുന്നതുകൊണ്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. ചോറ് കഴിക്കലും കുളിയും ഒക്കെ കഴിഞ്ഞ് ഒരു ഉറക്കും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈവനിങ്ങത്തെ ചായ കുടിക്കുക. ചായക്ക് കാച്ചൽ, ഉമ്മ കളച്ചെടുത്ത കാച്ചലുണ്ട്. പിന്നെ നല്ല മാങ്ങാച്ചാറൊക്കെ ഉമ്മണ്ണയുടെ ഉണ്ടാക്കിയതാണ്. ഇത് 2 കളറിലുള്ള ചായ, വയലറ്റ് കളറിൽ. അപ്പം അതിൻ്റെ കളർ ഇതിനേക്ക് ആയതാ, വയലറ്റ് കളർ. അപ്പോൾ ഇത് ഡേ 2 മോർണിംഗ് ആണ് കേട്ടോ. അപ്പം ഞാൻ 2 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ടുണ്ടാക്കിയൊരു വീഡിയോ ആണിത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുഞ്ഞിപ്പൂച്ചനെയും കണ്ടിട്ട് എണീച്ചു. പിന്നെ ആളുമായിട്ട് എണീച്ചിട്ട് കുറച്ച് സമയമൊക്കെ ആയ കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചപ്പാത്തിയും കടലക്കറിയും, പിന്നെ രാത്രിക്കത്തെ ബിരിയാണീൻ്റെ മസാലയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അങ്ങ് കഴിച്ചു. പിന്നെ നമ്മൾ ചാമ്പക്ക വരയ്ക്കാൻ വേണ്ടി പോയി കേട്ടോ. അവിടെ ഇങ്ങനെ കളൻ്റെ മേലെ കയറി നിന്നിട്ടെല്ലാം ജാമ്പൊക്കെ കുറേ പറിച്ചെടുത്തിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജാമ്പൊക്കെ പറിച്ചേ ഞാൻ പോകുള്ളൂ എന്നുള്ള ഒരു വാശിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കളൻ്റെ മേലൊക്കെ കയറി നന്നായിട്ട് പറിച്ചെടുത്തു. പിന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉറുമ്പായിട്ടങ്ങ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോന്ന് പറിക്കുന്നതിന് എൻ്റെ തലയിലെയും മേലെയും കണ്ണിനും ഒക്കെ ഉറുമ്പിങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് ജാമ്പക്ക എന്തായാലും കഴിച്ചേ പറ്റൂ. ഉപ്പും മുളകും ഇട്ടിട്ട് തന്നെ കഴിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. സോ ഞാൻ കുറേ പറിച്ചെടുത്തു കേട്ടോ. ജാമ്പക്ക മരം കൂടി കണ്ടപ്പോഴുണ്ടല്ലോ സത്യം എൻ്റെ കിളി പോയിന്. എനിക്ക് ഏതാ പറിക്കേണ്ടത് ഏതാ എടുക്കേണ്ടതെന്നൊന്നും തരുന്നില്ല. ഞാൻ അങ്ങനെ എല്ലാം അങ്ങ് പറിച്ചെടുത്തു. വീട്ടിൽ കൊണ്ടുപോയി നന്നായിട്ട് കഴുകി, എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ കേടൊക്കെ കളഞ്ഞിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെക്കലാണ്. വീഡിയോ എടുക്കുന്നുണ്ട് മോളെ, ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും സഹിച്ച് നിൽക്കുന്നില്ല. അവളിങ്ങനെ ഓരോന്നേ എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും മുളകും അച്ചാർപ്പൊടിയും. നമ്മളിവിടുത്തെ മുളക് ഭയങ്കര എരിവായതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ മുളക് ഇട്ടിട്ടുള്ളൂ. പിന്നെ അച്ചാർപ്പൊടി ആട്ടോ യൂസ് ചെയ്തത്. അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് വായിന്ന് വെള്ളം പോകുന്നുണ്ട്. അത്രയും ടേസ്റ്റായിട്ടോ. അറിയാലോ ചാമ്പക്ക ഉപ്പുമുളക് ഇട്ടിട്ട് കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ. അങ്ങനെ അത് മൊത്തമാക്കി ഒരു എന്താ പറയുക, ഒരു 2-3 മിനിറ്റ് അതിനുള്ളിൽ ഫുള്ള് കാലിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല വേറെയും 2-3 പേരുണ്ടായിരുന്നു നമ്മളോട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ കുറേ പേര് വേണം, അടി കഴിഞ്ഞിട്ട് കഴിക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഈവനിങ് ടൈം ആയപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഒരു ഫ്ലവർ ഷോ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൂട്ടി നമ്മൾ വൈകുന്നേരം അവിടത്തേക്ക് പോയി.
പഴയകാല പൈസകളും അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കുറേ ശേഖരണങ്ങൾ അതൊക്കെ കാണാൻ പറ്റി. കുറച്ചൊന്നുമല്ല കേട്ടോ, ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. കോയിൻസിൻ്റെ ഒരു വലിയ ശേഖരണം തന്നെ ഉണ്ടായിരുന്നു. ഒരു 3-4 ടേബിൾ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുളക് ബജിയും പിന്നെ കോളിഫ്ലവർ അതുപോലെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. പക്ഷേ ബജി മുളക് ഉള്ളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഫുള്ള് കഴിക്കാനും പറ്റിയില്ല. കോളിഫ്ലവർ കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വരുമ്പോൾ ഈ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കേക്കും. പിന്നെ മന്തിയായിരുന്നു ഫുഡ് അതും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.